ഹേയ് ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 റിലീസായ ഫീമെയിൽ ഓറിയന്റഡ് മിസ്റ്ററി ത്രില്ലർ ദ ആർട്ട് ഓഫ് സാറ എന്ന കൊറിയൻ ഡ്രാമയിലെ എപ്പിസോഡ് 3 മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കഴിഞ്ഞ എപ്പിസോഡിൽ പാർക്ക് ബോഡി കിടന്ന ഡ്രെയിനേജ് ചാനലിൽ ഇറങ്ങുന്നതും ഡോങ് സിംഗ് സാറ ആരാണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതുമാണ് കണ്ടത്. ഈ എപ്പിസോഡിൽ ഡോങ് സിംഗ് ജേഹുനിനെ വിളിച്ച് സാറയെ താൻ 5 വർഷം മുന്നേ കണ്ടുവെന്നും അവളുടെ പേര് മൊഗാഹുയ് ആണെന്നും പറയുന്നു. ഇതേസമയം പാർക്ക് ആ ഡ്രെയിനേജിലൂടെ നടന്ന ഒരു ഓപ്പണിങ്ങിൽ എത്തുന്നു. അതിൽ കൂടി കയറി വരുന്ന അവൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ വേസ്റ്റ് ഡിസ്പോസിബിൾ റൂമിലാണ് എത്തുന്നത്. അവിടുന്ന് ലിഫ്റ്റ് കയറി പുറത്തു വരുമ്പോൾ ചേച്ചുവിനെ കാണുന്നു. അതിൽ നിന്ന് അവനിപ്പോൾ നിൽക്കുന്നത് സാംബോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതേ സമയം ജേഹുൻ ഡോങ് സിംഗിനോട് കൂടുതൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറഞ്ഞത് പ്രകാരം അവൾ 5 വർഷത്തിനു മുന്നേ അവൾ ഉപയോഗിച്ചിരുന്ന ഫോൺ തപ്പിയെടുക്കുന്നു. 2018 എംപ്ലോയി എക്സ്ക്ലൂസീവ് സെയിലാണ് പിന്നെ കാണിക്കുന്നത്. അന്ന് അവിടെ പർച്ചേസ് ചെയ്യാൻ ക്യൂ നിൽക്കുമായിരുന്ന ഡോങ് സിംഗിനെ തട്ടിമാറ്റി സാറ എന്ന മൊഗാഹോയ് വരുന്നു. എന്നിട്ട് അവൾ ഷോപ്പിൻ്റെ ഒരു മൂലയ്ക്ക് പോയി കുനിഞ്ഞിരിക്കുന്നു. ഡോങ് സിംഗും ഫ്രണ്ട്സും ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ തൻ്റെ ഫോട്ടോ പതിഞ്ഞു എന്നും പറഞ്ഞ് അവൾ ആ ഫോൺ തട്ടിപ്പറിച്ച് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുന്നു. ഫോൺ തട്ടിപ്പറിക്കുന്ന നേരം ഡോങ് സിംഗിൻ്റെ മാല പൊട്ടുകയും അത് കണ്ട് സാറ ഇത് ഫേക്ക് ആണെന്നും പറഞ്ഞ് അവിടെ പോയിരിക്കുകയും ചെയ്യുന്നു. അന്ന് സാറ ഡിലീറ്റ് ചെയ്യാത്ത ഒരു ഫോട്ടോ അവൾ ജേഹുന് അയച്ചു കൊടുക്കുന്നു. അതിൽ മുഖം വ്യക്തമല്ലെങ്കിലും അവളുടെ കാലിലെ ടാറ്റു കണ്ട് സാറയും മൊഗാഹുയും ഒന്നാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ശേഷം ജേഹുൻ പാർക്കിന് പുതിയ ഡ്രസ്സുമായി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ ഗോഡൗണിലെത്തുന്നതും പാർക്ക് ഡ്രസ്സ് മാറുന്നതുമാണ് കാണിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് സാറ മൊഗാഹുയായി വർക്ക് ചെയ്തത് സാംബോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിലാണ്. ഹൈൻ പറഞ്ഞതും സാറ മരിക്കുന്നതിന് മുമ്പ് ബൊഡോയർ ബുട്ടീക്കിൻ്റെ ഒരു ബ്രാഞ്ച് സാംബോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ തുടങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഡ്രെയിനേജ് ചാനൽ കണക്ട് ചെയ്യുന്നതും ഇവിടേക്കാണല്ലോ. അപ്പോൾ സാംബോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിന് ഈ മർഡറുമായി എന്തോ ബന്ധമുണ്ടെന്ന് പറയുന്ന ജേഹുനോട് അത് ഈ സ്ഥലമോ പേഴ്സണോ ആകാമെന്ന് പാർക്ക് പറയുന്നു. ശേഷം ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിലെ CEO ചോയുവിനെ കാണാൻ അവരെത്തുന്നു. അവിടുത്തെ സാറയ്ക്കും ബൊഡോറിൻ്റെ ബ്രാഞ്ച് സാംബോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ തുടങ്ങുന്ന കാര്യം ചോദിക്കുകയും അവർ അത് അന്വേഷിച്ച് ഓക്കെ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആക്കുമെന്നും ചോയുടെ സെക്രട്ടറി പറയുന്നു. നിങ്ങൾക്ക് സാറ ഒരു കപടവേഷക്കാരി ആയിരുന്നു എന്നറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ ഒന്നും മിണ്ടുന്നില്ല. ജേഹുൻ CCTV ക്യാമറ വിഷ്വൽസ് റിക്വസ്റ്റ് ചെയ്യുമ്പോഴും അവർ അത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു. ശേഷം അവിടുന്ന് തിരികെ വരുന്ന പാർക്ക് മൊഗാഹുയ് എന്നയാളെയും അവർ 5 വർഷത്തിനു മുമ്പ് സാംബോൾ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടെത്താനും പറയുന്നു. ഇത് കേട്ടൊരു ടീം മെമ്പർ താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന പോലീസ് സ്റ്റേഷനിൽ ആ പേര് താൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്ന റിവാർഡ് നോട്ടീസ് കാണിച്ചു കൊടുക്കുന്നു. ശേഷം മൊഗാഹോയുടെ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള പോലീസിനെ ജേഹുനും പാർക്കും കൂടി പോയി കാണുകയും അവൾ ലക്ഷറി സെക്കൻഡ് ഹാൻഡ് ബാഗുകൾ വിൽക്കുന്ന പോസ്റ്റ് ഇടുകയും ബയേഴ്സുമായി നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അവൾ 500 മില്യൺ പൈസ പലരിൽ നിന്നുമായി തട്ടിയെടുക്കുകയും ചെയ്തെന്ന് ആ ഓഫീസർ പറയുന്നു. തങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊലപാതക കേസിൽ അവൾക്ക് പങ്കുണ്ടോയെന്നറിയാൻ വന്നതാണെന്ന് അവൾ പറയുമ്പോൾ എന്നാൽ മൊഗാഹുയ്ക്ക് അതിൽ പങ്ക് കാണില്ല. അവൾ 5 കൊല്ലത്തിനു മുന്നേ മരിച്ചെന്നും അവളുടെ മുറിയിൽ നിന്നും തങ്ങൾക്ക് ആത്മഹത്യക്കുറിപ്പ് കിട്ടിയെന്നും ഒരു പാലത്തിന് മുകളിൽ നിന്ന് ചാടാൻ അവൾ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ തങ്ങൾക്ക് കിട്ടിയെന്നും ആ ഓഫീസർ കൂടെ ചേർക്കുന്നു. അവൾ അങ്ങനെ പാലത്തിൽ നിന്ന് ചാടാൻ നിന്നപ്പോഴും അവളുടെ കയ്യിൽ ഒരു ലക്ഷറി ബാഗ് ഇരുന്നത് CCTV ദൃശ്യത്തിൽ പാർക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ബോഡി കണ്ട് കിട്ടിയില്ല എന്നും എന്നാൽ സൂയിസൈഡ് നോട്ട് കിട്ടുകയും അവളുടെ പിന്നെ ഒരു അറിവുമില്ലാത്തത് കൊണ്ട് അവൾ അന്ന് തന്നെ മരിച്ചു കാണും എന്നും ഓഫീസർ ചേർക്കുന്നു. പോരാൻ നേരം മൊഗാഹുയുടെ സൂയിസൈഡ് നോട്ട് അവിടുന്ന് പാർക്ക് എടുത്തു കൊണ്ടുപോരുന്നു. ശേഷം അവരത് സ്കാൻ ചെയ്ത് നോക്കുന്നതും 5 വർഷത്തിനു മുമ്പ് സാറ എന്ന മൊഗാഹുയ് സാംബോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ സ്റ്റാഫായിരിക്കുന്നതും കാണിക്കുന്നു. അതിലൊരു സ്റ്റാഫ് അവൾക്ക് അവിടുത്തെ റൂൾസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം അവൾ സാംബോൾ സ്റ്റോറിലെ ലക്ഷറി ബാഗുകൾ വിൽക്കുന്ന ഷോപ്പിലെ സ്റ്റാഫായി വർക്ക് ചെയ്യുന്നു. അവൾക്ക് അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്ന വളരെ മനോഹരമായ ബാഗിനോട് ഒബ്സഷൻ തോന്നുന്നു. അവൾക്ക് അന്നു മുതലേ ലക്ഷറി ബാഗുകളോട് വളരെ ഇഷ്ടവും ഒബ്സഷനുമാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും. അങ്ങനെ അവൾ അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു ദിവസം എല്ലാ സ്റ്റാഫുകളെയും വിളിക്കുകയും കണക്കുകൾ ടാലി ആകുന്നില്ല എന്ന് പറഞ്ഞ്
അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളെ നോക്കുമ്പോൾ അത് മോഗാഹോയ് ആയിരുന്നു. അവൾ ബാത്റൂമിൽ പോയ സമയം ഒരാൾ അവിടെ നിന്നും വിലപിടിപ്പുള്ള ബാഗുകളും കോട്ടുമൊക്കെ അടിച്ചു മാറ്റിപ്പോയി. അവൾ തങ്ങളുടെ ബാത്റൂം വളരെ ദൂരെയാണെന്നും അവിടെ പോയി വരാൻ സമയമെടുത്തെന്നും പറഞ്ഞ് നിസ്സഹായയായി അവിടെ നിന്നും കരയുന്നു. എന്നാൽ ഇത് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ പോളിസിയാണെന്ന് മറ്റ് സ്റ്റാഫുകൾ പറയുന്നു. 50 മില്യൺ നിങ്ങൾ ഷോപ്പിലേക്ക് നൽകണമെന്നും പറഞ്ഞ് മാനേജർ അവിടെ നിന്നും പോകുന്നു. ഇതിനിടയ്ക്ക് ഷോപ്പിൽ വച്ച് അവളുടെ കാല് മുറിയുന്നതും കാണിക്കുന്നുണ്ട്. 50 മില്യൺ ഉണ്ടാക്കാൻ അവൾ പാർട്ട് ടൈമായി ഹോട്ടലിൽ പണിയെടുക്കുന്നു. ശേഷം സ്റ്റാഫ് പിരിവെടുത്ത് അവളെ സഹായിക്കാൻ കാശ് കൊടുക്കുന്നുണ്ട്. കാൽ മുറിഞ്ഞ ഭാഗത്ത് അവൾ ടാറ്റു അടിക്കുന്നതായും നമ്മളെ കാണിക്കുന്നുണ്ട്. ശേഷം HR മാനേജർ പോക്കറ്റ് മണിക്കായി ഇവിടെ ഒരിടത്ത് സെയിൽ നടക്കുന്നുണ്ട്, അവിടുന്ന് ലക്ഷറി ബാഗ് വാങ്ങി തന്നാൽ കമ്മീഷൻ തരാമെന്ന് അവളോട് പറഞ്ഞ പ്രകാരം അവൾ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെത്തിയ അവൾക്ക് അവിടുത്തെ തിക്കും തിരക്കും കണ്ടൊരു ഐഡിയ തോന്നുന്നു. അവൾക്ക് സ്റ്റാഫ് കൊടുത്ത ക്യാഷ് കൊണ്ട് അവളും നിരവധി ബാഗുകൾ പർച്ചേസ് ചെയ്യുന്നു. ശേഷം ചോങ്ഡാം ഗോഡസ് എന്ന പേരിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ബാഗുകൾ വിൽക്കാൻ പരസ്യമിടുന്നു. അവൾ ആദ്യത്തെ പോസ്റ്റ് ഇട്ട് ദിവസങ്ങളോളം കാത്തിരുന്നു. എന്നാൽ ഒരു എൻക്വയറിയും ഉണ്ടാകാത്തത് കാരണം അവൾ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് എടുത്ത് അവളുടെ ഫോട്ടോ പേസ്റ്റ് ആക്കിയും ബാക്ക്ഗ്രൗണ്ട് മാറ്റിയുമൊക്കെ വളരെ ഒറിജിനാലിറ്റി ഉള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷം നിരവധി എൻക്വയറീസ് അവൾക്ക് കിട്ടുന്നു. വീണ്ടും ഇങ്ങനെ സെയിലിൽ പോയി ബാഗ് വാങ്ങുകയും മറിച്ച് വിൽക്കുന്നതും പതിവായി. ഇതിനായി അവൾ സ്റ്റാഫിൻ്റെ ഐഡികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ ഐഡി കാണാനില്ലാത്തത് സ്റ്റാഫിനിടയിലും സംസാരമാകുന്നുണ്ട്. അങ്ങനെ അവൾ 50 മില്യൺ കൊടുത്തു തീർക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പലിശക്കാരിൽ നിന്നും കടമെടുത്താണ് അവൾ അത് കൊടുക്കുന്നത്. താൻ ഇതുപോലെ ബാഗുകൾ മറിച്ചു വിറ്റ് പണം അടച്ചു തീർക്കാമെന്ന് വിചാരിച്ച സാറയ്ക്ക് ബ്രാൻഡുകൾ തങ്ങളുടെ ബാഗ് ആൾക്കാർ മറിച്ചു വിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് കാരണം ഒരാളുടെ പർച്ചേസിംഗ് ലിമിറ്റ് 20 മില്യൺ ആക്കുന്നു. അത് കാരണം സാറ ശരിക്കും പെടുന്നു. ലോൺ ഓവർഡ്യൂ ആയത് കാരണം അവൾ ആ പലിശക്കാരനെ കാണാൻ വരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം കൂടി വെറ്റുപറക്കി അവൾ 50 മില്യൺ കൊണ്ടുവന്നപ്പോൾ പലിശയോടുകൂടി അവൾ കൂട്ടിക്കൂട്ടി 500 ബില്യൺ തങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെടുന്നു. അടുത്ത മാസം അത്രയും എമൗണ്ട് നൽകാൻ അവളെ നിർബന്ധിപ്പിച്ച് സൈൻ ചെയ്യിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൽ ആ പലിശക്കാർ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. പേടിച്ച് അവളോടി സ്റ്റോർ റൂമിൽ വേസ്റ്റ് ഇടുന്ന എക്സിറ്റിൽ ആരും കാണാതെ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നു. എന്നാൽ കൈതെറ്റിയ അവൾ താഴേക്ക് വീഴുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിലൂടെയാണ് പാർക്ക് കേസിൻ്റെ ആവശ്യങ്ങൾക്ക് ആ ഡ്രെയിനേജ് ചാനലിലൂടെ നടന്നെത്തിയത്. ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം അവളെ സ്റ്റോക്ക് കൺട്രോൾ റൂമിലേക്ക് മാറ്റുന്നു. അവൾ സ്റ്റോക്കുകൾ പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കത്തി കൊണ്ട് അറിയാതെ ഒരു ബാഗ് മുറിയുന്നു. അത് കണ്ട് ശരിക്കും പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ നിന്നും കരയുന്നു. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് സങ്കടവും ദേഷ്യം കൊണ്ട് അവൾ ആ ബാഗ് വീണ്ടും കുത്തിക്കീറുന്നു. ശേഷം എന്തോ മനസ്സിലുറപ്പിച്ചതുപോലെ അവിടെ ഉണ്ടായിരുന്ന വൈൻ ബോട്ടിലും എടുത്ത് ടേബിളിൽ കാല് കയറ്റി വെച്ച് അവളത് കുടിക്കുന്നു. അന്നേരം അവൾ സെയിലിനിട്ട ബാഗിൻ്റെ പേയ്മെൻറ്റ് നൽകി ഓർഡർ പിക്കപ്പ് ചെയ്യാൻ റെഡിയാണെന്ന മെസ്സേജ് കാണുന്നുണ്ടെങ്കിലും അവളത് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഫയർ അലാം എമർജൻസി സ്പ്രിംഗ്ലറിൻ്റെ അടുത്ത് മുകളിൽ കയറി അവൾ സ്മോക്ക് ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി സ്പ്രിംഗ്ലർ ഓണാവുകയും ചെയ്യുന്നു. ഫയർ അലാം കേട്ട് എല്ലാവരും പോയപ്പോൾ അവൾ ഗ്ലാസിനകത്തിരുന്ന ആ വില കൂടിയ ബാഗുമെടുത്ത് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം മരിക്കാനായി അവൾ കത്തെഴുതുന്നു. അവൾ കത്തെഴുതി നേരെ ATMൽ പോയി ബാഗിനായി നൽകിയ 500 മില്യൺ ക്യാഷായി ഒരു ട്രോളിയിൽ എടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഡാമിൽ നിന്നും താഴേക്ക് ചാടാനായി സാറ നിൽക്കുന്നതാണ്. അവിടെ നിന്നും സീൻ കട്ടായി പാർക്കും ജയ്ഹുനും സംസാരിക്കുന്നു. സാറയ്ക്ക് ഒരേ സമയം ലക്ഷറി സാധനങ്ങളോട് അടങ്ങാത്ത സ്നേഹവും അതേപോലെ അവയോട് കടുത്ത വെറുപ്പുമാണെന്ന് ജയ്ഹുൻ പാർക്കിനോട് പറയുന്നു. മരിക്കാൻ പോയ അവൾ എന്തിനാണ് ഇത്രയും കാശ് എടുത്തതെന്നും അതിൻ്റെ യാതൊരു വിവരങ്ങളും ഇല്ലല്ലോ എന്നും ആലോചിച്ചിരിക്കുന്ന അവർ തങ്ങളുടെ സൂചനകളെല്ലാം ആ ബോർഡിൽ എഴുതി നോക്കുന്നു. ശേഷം മരിക്കാൻ നേരം അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ
ബേൺ ടു ഷൈൻ എന്നാണ് ആ ബാഗിൻ്റെ പേരെന്ന് അവർ കണ്ടെത്തുന്നു. ശേഷം 5 വർഷം മുന്നേ വന്ന ബൊഡോറിൻ്റെ റിവ്യൂ പോസ്റ്റ് നോക്കി അതിലെ ഡേറ്റ് 2018 ഡിസംബർ 26 ആണെന്നും മൊഗാഹു ആയി സാറ സൂയിസൈഡ് ചെയ്തതായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നു. അന്ന് തന്നെയാണ് ജാൻയോങ്ങിനെ അവൾ മോളിൽ വെച്ച് ആദ്യമായി കണ്ടതും. അന്നാണ് സാറ മോളിൽ ട്രോളിയുമായി വന്ന് ബാഗുകൾ പർച്ചേസ് ചെയ്തതെന്നും ഇവിടെ നിന്നും വ്യക്തമാകുന്നു. മൊഗാഹുയി ഒരിക്കലും മരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൾ ഡിഫറൻ്റായി ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് അവളുടെ ലോകം ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ലക്ഷറി ഗുഡ്സിൽ അവൾ ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അവൾ താഴോട്ട് വീണുകൊണ്ടേയിരുന്നു. അതുപ്രകാരം അവൾ അവളെ തന്നെ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു എന്നും പാർക്ക് പറയുന്നു. ശേഷം എന്തോ ആലോചിച്ചു നിന്ന് ലേഡി ഡയർ അഥവാ ബൊഡോയർ എന്നെഴുതുന്നു. അവിടെ നിന്നും പാർക്ക് തൻ്റെ ഹയർ ഒഫീഷ്യലിനെ കാണാൻ പോകുന്നുണ്ട്. മൊഗാഹുയി ഡാമിൽ നിന്ന് വീണെങ്കിൽ അവളുടെ ബോഡി സെർച്ച് ചെയ്താൽ കിട്ടുമായിരുന്നെന്നും സെർച്ച് വാറന്റിന് ഓർഡർ ഇടാനും പറയുമ്പോൾ അയാൾ വിസമ്മതിക്കുന്നു. ഇൻ കേസ് അവിടെ നിന്നും ബോഡി കിട്ടിയാൽ തൻ്റെ ജോലി പോകുമെന്നും അയാൾ ഓർമ്മിപ്പിക്കുന്നു. മൊഗാഹുയെ അവസാനമായി കണ്ട് റിസർവോയറിൻ്റെ അടുത്തുള്ള കഫേയിൽ ഫോട്ടോ കാണിച്ച് അവളെപ്പറ്റി അന്വേഷിക്കുന്നു. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ പാർക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൽ സാറ ജിഹോൻ എന്ന ഒരാളുമായി റിസർവോയറിൽ സൺസെറ്റിന് നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജിഹോൻ എന്ന പേര് കേൾക്കുമ്പോൾ ഹൈഹുൻ എന്ന് നൽകിയ VIP ഡയറിയിൽ കാങ് ജിഹോൺ എന്ന പേര് ചോയുടെ പ്രൊഫൈലിൽ കണ്ടതും അവൻ ബാർ ഹോസ്റ്റ് ആയിരുന്നെന്നും ഇപ്പോൾ അവൻ അവരുമായി അഫെയറിലാണെന്നും അവളുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണെന്നും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവൻ ഓർക്കുന്നു. ശേഷം പാർക്ക് ചോയുവിനെ കാണാൻ ചെല്ലുന്നതും സാറയും കാങ് ജിഹോണും റിലേഷനിലായിരുന്നു എന്നും പറഞ്ഞ് ആ ഫോട്ടോസ് കാണിക്കുന്നു. ശേഷം ഞങ്ങളോട് ഈ കേസിൽ സഹകരിക്കണമെന്നും പാർക്ക് പറയുന്നുണ്ട്. കൂടാതെ ചോയുടെ അക്വേറിയത്തിലുള്ള ഒരു മീനിനെ തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പിറ്റേന്ന് പിരാന റിസർവോയറിലുണ്ടെന്നും പറഞ്ഞ് ആരോ ഇൻഫർമേഷൻ കൊടുത്തെന്നും പറഞ്ഞ് അതിലെ വെള്ളം മൊത്തം അടിച്ചു കളയുന്നത് നോക്കി നിൽക്കുകയാണ് ജേഹുൻ. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് പാർക്ക് എത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ചോയുടെ അടുത്ത് നിന്ന് പിരാനയെ കൊണ്ട് അവിടെ ഇട്ടതും പാർക്കാണ്. എന്തിനെന്ന് വെച്ചാൽ മൊഗാഹുയി ആണ് സാറയെന്ന് ഉറപ്പുവരുത്താനാണ്. അതായത് മൊഗാഹുയി മരിച്ചെങ്കിൽ ബോഡി കിട്ടുമല്ലോ, അല്ലെങ്കിൽ അത് തന്നെയാണ് സാറ എന്ന് ഉറപ്പിക്കാം. ഇങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയിൽ റിസർവോയറിൽ നിന്നും ഒരു തലയൊട്ടി കിട്ടുന്നു. അത് കണ്ട് ഞെട്ടി പാർക്കും ജേഹുനും അങ്ങോട്ടേക്ക് ഓടുന്നതും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡിൽ കഥ ത്രില്ലിംഗ് ആകുന്നു. സാറയുടെ മുൻ ജീവിതത്തിലെ രഹസ്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരാൻ തുടങ്ങുന്നു. ഈ എപ്പിസോഡിൽ സസ്പെൻസ് ഉയരുന്നതിനോടൊപ്പം സാറ എന്ന ലേഡിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള സൂചനകളും തരുന്നുണ്ട്. അവസാനം ഇപ്പോൾ കിട്ടിയ ബോഡി മൊഗാഹുയി തന്നെയാണോ എന്നും അപ്പോൾ സാറ ആരാണെന്നുമുള്ള വലിയൊരു സംശയം നിലനിർത്തിയാണ് എപ്പിസോഡ് അവസാനിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.